എല്ലാ ദിവസവും വീട്ടിൽ നിന്ന് ഓഫീസിൽ പോയി വരുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഓഫീസ് എന്ന് പറയുമ്പോൾ ഏകദേശം 100 കിലോമീറ്ററാണ് അപ്പ് ആൻഡ് ഡൗൺ. അങ്ങനെ ഈ ഒരു 100 കിലോമീറ്റർ ആഴ്ചയിൽ 5 ദിവസം വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസം എനിക്ക് യാത്ര ചെയ്യാൻ ഈ ഒരു ഇസൂസു വി ക്രോസിൽ വേണ്ടി വരുന്നത് 20,000 രൂപയുടെ ഡീസലാണ്. അതേ സെയിം ഡിസ്റ്റൻസ് പെട്രോൾ സ്കോഡ സ്ലാവിയ 81.5 ഞാൻ യാത്ര ചെയ്യണമെങ്കിൽ എനിക്ക് വേണ്ടി വരുന്നത് 15,000 റുപ്പീസാണ്. ഇനി അതേ ഡിസ്റ്റൻസ് ഞാൻ ഒരു പ്രോപ്പർ ഹൈബ്രിഡ് ഇൻവിക്ടോൽ ആണ് യാത്ര ചെയ്യണമെങ്കിൽ എനിക്ക് വേണ്ടി വരുന്നത് 10,000 രൂപയുടെ താഴെയാണ് ഒരു മാസത്തേക്ക്. ഇതേ സെയിം ഡിസ്റ്റൻസ് കഴിഞ്ഞ ഒരു മാസമായിട്ട് MG ZSEV ഓടിച്ചപ്പോൾ എനിക്ക് വേണ്ടി വന്നത് 0 റുപ്പീസാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ വാഹനത്തിന് എന്തായാലും ചാർജ് ചെയ്യണം, അപ്പോൾ മിനിമം KSEBിയുടെ ഒരു ബില്ലിംഗ് വരില്ല. ആക്ച്വലി എനിക്ക് 1 റുപ്യ വന്നിട്ടില്ല. അതുമാത്രമല്ല ഇതേപോലെ ഇനി വരുന്ന 10 വർഷം ഈ MG ZSEV ഞാൻ ഇതുപോലെ ഓടിച്ചു കഴിഞ്ഞാൽ ഈ വാഹനം കംപ്ലീറ്റ്ലി ഫ്രീ ആവും. അതെങ്ങനെയല്ലേ ഞാൻ പറഞ്ഞുതരാം. അതിന്റെ കാരണം വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്ത് 3 കിലോ വാട്ടിന്റെ സോളാർ പവർ ഗ്രിഡ് ആണ്. ഇനി കാൽക്കുലേഷൻസ് 3 കിലോ വാട്ട് സോളാർ യൂണിറ്റ് വെച്ചിട്ട് എനിക്ക് പെർ ഡേ ഈൽഡ് എന്ന് പറയുന്നത് ഏകദേശം 15 യൂണിറ്റ്സ് ആണ്. അങ്ങനെ നമ്മൾ ഒരു മാസം കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം നമുക്ക് 450 യൂണിറ്റ് ആണ് ഇത് ഉത്പാദിപ്പിക്കുന്നത്. ഇനി നമുക്ക് MG ZSEVയിലേക്ക് കിടക്കാം. ZSEVയുടെ അകത്ത് ഇരിക്കുന്നത് 50 കിലോ വാട്ട് അവറിന്റെ ബാറ്ററിയാണ്. അതായത് ആ വാഹനത്തിന് കംപ്ലീറ്റ് ചാർജ് ചെയ്യാൻ വേണ്ടി നമുക്ക് വേണ്ടി വരുന്നത് 50 യൂണിറ്റ് കറണ്ടാണ്. അപ്പോൾ മൊത്തം കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഒരു മാസത്തെ യാത്രയ്ക്ക് വേണ്ടി വരുന്നത് 400 യൂണിറ്റ് മാത്രം. അപ്പോൾ ആക്ച്വലി ബാക്കി വരുന്ന 50 യൂണിറ്റ് കൊണ്ട് എനിക്ക് എൻ്റെ വീട്ടിൽ ബാക്കിയുള്ള കാര്യങ്ങളോട് നോക്കാം. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് MG ZSEV കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് സോളാറിൽ റൺ ചെയ്യാൻ സാധിച്ചത്. ഇതൊരു പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ വണ്ടി എന്ന് വിചാരിക്കുക. ഈ ലാഭിക്കുന്ന പെട്രോൾ പൈസ ഞാൻ ഈ വാഹനത്തിന്റെ അടവിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഈ വാഹനം ഫ്രീ ആയില്ലേ?